മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം സലിംകുമാർ ഇനി കണ്ണീർ നനവുള്ള ചിരിയോർമ്മയാണ്. പറവൂരിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് കേരളം സലിംകുമാറിനെ യാത്രയാക്കിയത്. കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ നിന്ന് രാവിലെ 9 മണിയോടെ സലിംകുമാറിന്റെ ഭൗതികദേഹം ജന്മനാട്ടിലെത്തിച്ചു. പറവൂർ ടൗൺ ഹാളിലും വീട്ടിലും അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. ചിരിയുടെ മറുവാക്കായിരുന്നു സലിംകുമാർ. എത്ര പറഞ്ഞാലും തീരാത്ത ചിരിയോർമ്മകൾ ബാക്കിയാക്കി പ്രിയപ്പെട്ട നടൻ യാത്രയായി. ആയിരങ്ങളാണ് അവസാനമായി കാണാൻ ഒഴുകിയെത്തിയത്. ജീവിതത്തിൽ തകർന്നടിഞ്ഞു പോകുമെന്ന് തോന്നിയ സമയങ്ങളിലെല്ലാം ഒരു വാക്കുകൊണ്ട്, നോക്കുകൊണ്ട് പിടിച്ചു കയറ്റിയ പ്രിയപ്പെട്ട നടനെ അവസാനമായി കാണാതിരിക്കുന്നതെങ്ങനെ? നിറഞ്ഞ സദസ്സിൽ ഉശിരൻ രാഷ്ട്രീയം പറഞ്ഞ ഓർമ്മകളാണ് നേതാക്കളുടെ ഉള്ളിൽ. നല്ല ഉറച്ച രാഷ്ട്രീയ ബോധ്യം, ഏത് തിളച്ചുമറിഞ്ഞ കാലാവസ്ഥയിലും തന്റെ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിന് ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാൾ കൂടിയാണ് എന്റെ സ്നേഹിതനെന്ന് എനിക്ക് അഭിമാനമുണ്ട്. ചേർന്നഭിനയിച്ച നല്ല നാളുകളുടെ ഓർമ്മകളുടെ തിരതല്ലലാണ് സഹപ്രവർത്തകരുടെ മനസ്സിൽ. ഭൗതികദേഹം ജന്മനാട്ടിലെത്തിച്ചപ്പോൾ തോരാത്ത കണ്ണീർ മഴ പെയ്തിറങ്ങി. മതാചാരങ്ങളൊന്നുമില്ലാതെ അന്ത്യയാത്ര. ഏറ്റവും സ്നേഹിച്ച് പോരാടി വളർത്തിയ അമ്മയുടെ അടുത്തേക്ക് ഒടുവിൽ മകനും യാത്രയാവുകയാണ്. നിറഞ്ഞൊരു ചിരിമഴക്കാലം മനസ്സുകളിൽ ബാക്കിയാക്കി. സലീംകുമാർ എന്ന മഹാനടന്റെ ചിതയെരിഞ്ഞു. പക്ഷേ അദ്ദേഹം മലയാളിക്ക് സമ്മാനിച്ച ചിരി എരിയില്ല. നന്ദി ഞങ്ങളെ ചിന്തിപ്പിച്ചതിനും ചിരിപ്പിച്ചതിനും. ലിഡിയ ജേക്കബ്, ടീം 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.